ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു വലിയൊരു ലോങ് ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടേക്കാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ടു ധനുഷ്കോടിക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിലാണ് പോകുന്നത്. ഞങ്ങളൊരു 8 പേരുണ്ട്, 4 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ശരി, നമ്മളെന്ത് പഠിച്ചു നീ അത് പറയേ. ഇപ്പം നമ്മുടെ ഇത്രയും വണ്ടിയും കൊണ്ട് ഇത്ര പേരും കൂടിയിട്ടാണ് പോണത്. നമ്മുടെ പിള്ളേർ, നമ്മുടെ വണ്ടികൾ, നമ്മളിപ്പോൾ ഒരു 8 പേര് 4 വണ്ടിയിലാണ് പോണത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഫുള്ളടിച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. 4 വണ്ടികൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. എന്താണ് എന്താണ് പറയാനുള്ളത്? കട കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെ നിർത്തി. അതേപോലെ തന്നെ ചായ കുടിച്ചിട്ട് വരാം. ചൂടാണ്. ഇപ്പൊ സമയം എത്ര വരാ? സമയം 1:51. ഇപ്പൊ എവിടെയാണ് സ്ഥലം അറിയോ? ചാലക്കുടി എത്തി. ചാലക്കുടി കഴിഞ്ഞു. ഇനിയിപ്പോ കൊറേ ഏതാ എയർപ്ലെയിൻ പോണോ? ഹൈവേൻ്റെ ഭാഗത്തുള്ള കടയാണ് കാന്താരി ഫുഡ് കഫേ. കാന്താരി ഫുഡ് കഫേ എന്നാണ്. ഓക്കെ, പോയി ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൂസ്റ്റ് ചായ, ബൂസ്റ്റാണ് കുടിക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഒന്നും കാണില്ലല്ലോ. ഇതാ നെട്ടിക്കൽ ബിരിയാണി കാണിച്ചു തരാം. നെട്ടിക്കൽ ബിരിയാണി കാക്കണ്ട നെട്ടിക്കൽ ബിരിയാണി. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഗൈസ്. ഇതാ നെട്ടിക്കൽ ബിരിയാണി. ഞാൻ ഒരു കാര്യം പറയും, ഒറ്റ മൈൻഡ് കിറ്റ മൈൻഡ് ഇവർട്ടൊക്കെ വന്നു പറഞ്ഞാൽ ഒക്കെ ചാകാനായി ചാവങ്ങള്. ആകെ 12 സി ഉള്ളൂ അല്ലേ? എന്താ 12 എന്താ ഉള്ളത്? 12 ഡിഗ്രി തന്നെ ഉള്ളൂ. എന്നിട്ട് എന്താ നടക്കണില്ല. എന്നിട്ട് ഇപ്പോഴേ താങ്ങുള്ളതാ ചാകങ്ങളുള്ളതാ ഒക്കെ ഏതാ ഷട്ടറിലൊക്കെ കിടക്കണ്ടതാ. 2 പേര് അതാ കടയിൽ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ആരും വരണ്ട. മിണ്ടാണ്ട് ധനുഷ്കോടി പൊള്ളാച്ചി വഴി ഉടുമൽപേട്ട അങ്ങനെ പോകണ്ടുള്ളൂ. ദണ്ഡിക്ക് മധുരാത്തി മൂന്നാറ് വന്നപ്പോ തന്നെ അങ്ങനെ കോടാ. ഇപ്പോഴാ വണ്ടി ഓട്ടാൻ പറ്റാണ്ട് എല്ലാവരും അവിടെ സൈഡായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ല തണുപ്പ് പറഞ്ഞതാ. കൈയൊക്കെ മരവിച്ചു. പിള്ളേർക്കൊന്നും വണ്ടി ഓടിക്കാൻ കൂടി പറ്റണില്ല. പിള്ളേർക്കൊന്നും ഒക്കെ ഇഴവുകൾ ആർക്കും പറ്റണില്ല. അത്രയും മരവിച്ചതാ. ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയാണ്. അവിടെ മാത്രം വെയിലുള്ളൂ. ഇവിടെയൊക്കെ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഒരു രക്ഷയില്ല. നമ്മൾ നേരെ മധുരയ്ക്കാണ്. തേനി അങ്ങനെയാണ് പോണത്. തേനി, ആണ്ടിപ്പട്ടി, ഉസ്ലാംപട്ടി അങ്ങനെയാണ് പോണത്. ഓക്കെ, കഴിച്ചപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഒരു രക്ഷയില്ല. കൈയൊക്കെ വാദം പിടിച്ചിരിക്കുന്നു. അത്രയും നല്ല തണുപ്പ്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ തേനി മധുരയ്ക്കാണ് പോണത്. മധുരയിൽ നിന്ന് നേരെ രാമേശ്വരം, രാമനാഥപുരം, രാമേശ്വരം അങ്ങനെ ധനുഷ്കോടിയാണ് പോണത്. ഓക്കെ, ചായ കുടിച്ചിട്ട് ഓട്ടാൻ കൂടി പറ്റണം. അത്രയും നല്ല തണുപ്പ്. ഗ്ലൗസ് ഇല്ലാണ്ട് ഇതും കൊണ്ടായി നമ്മൾ കൈയൊക്കെ വിറകല്ലിച്ചു. അത് കാര്യമില്ല. ശരി, കടയുണ്ട്. ചായ കുടിക്കാം. പൈസ ഇങ്ങനെ നമ്മൾ കട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഏലക്കിട്ട കട്ടൻ. ரொம்ப பிரமாதமாக இருக்குது. ஊட்டி എങ്ങനെ இருக்குது? സൂപ്പർ. എല്ലാവരും ചായയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാത്രം കട്ടൻ.
തണുത്തിട്ട് ഒരു രക്ഷയില്ല, മതി ഗതിയായി. ഉഴുന്നോടാവണുള്ളൂ, ആയിട്ട് വാങ്ങണം. അപ്പോഴേക്കും ചായ കഴിയും. ഇനിയിപ്പോൾ മധുരയിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുക. ഓക്കെ, നല്ല ചൂടുള്ള വട കിട്ടി. സൂപ്പർ. നീ ഫോട്ടോ എടുത്തേന് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മുടെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് കാണണ്ടേ. ഓക്കെ, എടുക്കണം മച്ചാ. എന്ത് സ്റ്റോർ മെൻഷൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ചായ കുടിച്ചുകൊണ്ട് നേരെ പോകാൻ പോണ്. കയറാ ഇല്ല കണ്ണാ. ഓക്കെ അല്ലേ? ഞാൻ ഐഫോൺ എന്തായാലും എടുക്കാൻ പോണ്. എവിടെ ശ്രീശാന്ത് എവിടെ? നിൽക്കറ അവൻ മാറ്റിയ കയറാ. കണ്ട വെണ്ണ തലയും അങ്ങനെ പിടിച്ച്. അത് നമ്മൾ തേനി, ഉസ്ലാംപട്ടി, ആണ്ടിപ്പട്ടി, അങ്ങനെയാണ് മധുര പോണത്. മധുര പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ രാമനാഥപുരം, രാമേശ്വരം, ധനുഷ്കോടി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ചിലപ്പോൾ കന്യാകുമാരി പോകുന്നതായിരിക്കും, ഉറപ്പില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളിപ്പോൾ മധുര പോയിട്ട് ഇനിയിപ്പോൾ മധുരയ്ക്ക് ഇവിടെ നിന്ന് 132 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് പോവുള്ളൂ. ഇനി മധുരയിൽ പോയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പോൾ ചായ എന്തായാലും കുടിച്ചാലോ. നല്ല ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. ഈ റൂട്ട് രാവിലെ വിറച്ചിട്ടാണത്. എപ്പോഴായിരുന്നു കുറച്ചെങ്കിലും വെയിൽ വന്നത്. രാവിലെ തൊട്ട് തണുത്ത് വിറച്ച് മതി ഗതിയായി ആൾക്ക്.
ഇപ്പോഴും ചെറിയൊരു തണുപ്പുണ്ട്. അവിടുത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഗൈസ്. രാവിലെയൊക്കെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ നമ്മുടെ വൈഡ് ആംഗിളിൽ അങ്ങനെ ക്ലിയറായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഒന്നും വീഡിയോ എടുക്കാണ്ടിരുന്നത്. നമ്മൾ 3 സ്പെൻഡറും ഒരു എൻഡോർക്കും കൂടിയിട്ടാണ് വന്നത്. നമ്മൾ 4 വണ്ടിയിൽ 2 പേര് വെച്ച് 8 പേരാണ് വന്നിരിക്കുന്നത്. ഇത് സ്കൂളാണ് തോന്നുന്നു മേലിൽ കാണുന്നത്. മൂന്നാർ അടിമാലിയൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പ്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടാണ് തോന്നുന്നു. നേരത്തെ മൂന്നാർ വന്നപ്പോഴൊന്നും ഇത്രയും തിരക്കൊന്നുമില്ല. ഇപ്പോൾ നല്ല തിരക്ക്. വണ്ടിക്കൊക്കെ കയറാൻ തന്നെ ഒരു മടി. കുറച്ച് വെയിൽ കുറച്ചപ്പോഴായിരുന്നു ഇത്തിരി സമാധാനം. ഇല്ലെങ്കിൽ ഓട്ടാൻ കൂടി പറ്റില്ലായിരുന്നു. ഇപ്പോൾ ചായയും കുടിച്ചപ്പോൾ ഓക്കെയാണ്. രാവിലെ 11 മണിക്ക് ഇറങ്ങിയ, അല്ല ഇന്നലെ രാത്രി 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ തേനി എത്താനായി എന്ന് വിചാരിക്കണം. ഇപ്പോൾ പൂമ്പാറയിലാണ്. പൂമ്പാറ ഗ്രൗണ്ടോ അങ്ങനെ എന്തോ. അയ്യോ എത്തിയ സ്ഥലം തന്നെ. ഇവിടെ രാവിലെ തന്നെ നല്ല തിരക്ക്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. നല്ല തണുപ്പുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വെയിലുമുണ്ട്. പക്ഷെ കൂടുതലും തണുപ്പ് ആണ് അറിയണത്. നമ്മൾ പിന്നെ പറയാൻ മറന്നു ഗൈസ്. നമ്മൾ വണ്ടിയിൽ എച്ചക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ട്രിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരിന് വണ്ടി പണിയെടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ കാണിച്ചതാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇപ്പോൾ നടുവിൽ കൂടെ പോണത് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് നേരെ പൊള്ളാച്ചി വഴി അങ്ങനെ ഉടുമ്പൽപേട്ട അങ്ങനെ അല്ല ദണ്ഡിക്കൽ അങ്ങനെ മധുര പോകുമായിരുന്നു. പക്ഷേ ഇത് ഇത്തിരിയും കൂടി കാഴ്ചകൾ കാണാനുണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഈ വഴി വന്നത്. കാണില്ലേ, നല്ല നല്ല രീതിയിലുള്ള തേയിലത്തോട്ടം തന്നെയാണ് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും തേയിലത്തോട്ടത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എപ്പോഴും വേണമെന്നൊന്നുമില്ല, നമ്മൾക്ക് ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ട്രിപ്പ് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതന്നെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് തേനി
ഗൈസ് ഇതീ മൂന്നാറ് പോകാന്നാണ് പറയുന്നത്. ആ ഗ്യാപ്പ് റോഡാണ്. നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡ് കയറിയിരിക്കുന്നു ഗൈസ്. ഗ്യാപ്പ് റോഡ് കയറിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് ഗ്യാപ്പ് റോഡ്. ഗ്യാപ്പ് റോഡിൻ്റെ പാതയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓ ഇവിടെ നിന്ന് തന്നെ കാഴ്ച കുളിരുന്നു തണുത്തിട്ട് വയ്യ. രാവിലെ ഒരു വരാന്തയിലാണ് കിടന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ രാമനാഥപുരം പോയിട്ട് തന്നെ റൂമൊക്കെ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊന്നും ഇല്ല. എന്നിട്ട് രാവിലെ ധനുഷ്കോടി വിസിറ്റ് ചെയ്യാന്ന് ഉള്ളതിലാണ്. അപ്പത്തോടെയാണ് അതിൻ്റെ ഒരു പ്ലാനിങ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അയ്യോ സൂര്യൻ മഞ്ഞ നിറം മുഖത്തിലേക്ക് അടിക്കുന്നു. ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ കറക്റ്റായി അറിയില്ല. പക്ഷെ നമുക്ക് ധനുഷ്കോടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയാൽ 327 കിലോമീറ്റർ. രാമേശ്വരം വന്നിട്ട് 292 കിലോമീറ്ററും. അപ്പോൾ നമ്മളെന്തായാലും ഇത്ര ദൂരം പോയിട്ട് വേണം നമ്മുടെ ഡെസ്റ്റിനേഷനായ ധനുഷ്കോടി എത്തിച്ചേരേണ്ടത് ഗൈസ്. കുറച്ച് ദൂരം കൂടി വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി പെട്ടെന്ന് ആക്സിലേറ്റർ പൊട്ടിപ്പോയി. അപ്പോൾ അത് പൊട്ടിയത് ഉള്ളിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർബറേറ്ററാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രീഷ്യനാണ് മെക്കാനിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊട്ടിപ്പോയി. നമ്മളെന്തായാലും ഇത് നേരാക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ടൂൾസ് ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും ഇത് നേരാക്കുന്നതാണ്. ചെറുതായിട്ടാണ് അവിടെ അറ്റത്തെന്താ പോയിട്ടൊന്നേ ഉള്ളൂ. ചെറുതായിട്ട് അതെ, നമ്മൾ ഒരു ടേപ്പ് ചുറ്റിയാൽ ശരിയാകുന്നതാണ്. നേരെ കാണുന്നത് ഗൈസ് മേഘമലയാണെന്ന് തോന്നുന്നു. കറക്റ്റായി അറിയില്ല. നിറയെ മേഘം മൂടി കിടക്കുന്നുണ്ട്. അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. എന്തായാലും അങ്ങോട്ട് തന്നെ പോണത്. നോക്കി നോക്കാം. ഹെയർ പിന്ന്
ഹെയർ പിന്ന് കാണുമ്പോൾ അന്തം വിട്ടു. അമ്മോ, മാപ്പിൽ നോക്കുമ്പോൾ അന്തം വിട്ടു ഗൈസ്. ഒരു രക്ഷയില്ല ഹെയർ പിന്ന്, രക്ഷയില്ല. ഇങ്ങോട്ട് കുറേ 10-15 ഇറങ്ങിയത് കുറുക്കുമല റോട്ടാണെന്നാണ് തോന്നുന്നത്. നല്ല കോടാ പറഞ്ഞാൽ നല്ല കോട. ഞങ്ങൾ മേലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പക്ഷെ വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മളങ്ങനെ നിർത്തിയിട്ടുണ്ട്. വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറേ തെങ്ങും തോട്ടങ്ങൾ തന്നെ ഉള്ളൂ. തെങ്ങും തോട്ടങ്ങൾ പറഞ്ഞാൽ ഇഷ്ടംപോലെ തെങ്ങും തോട്ടങ്ങൾ. ഇതാ നമ്മളിപ്പോൾ ഈ 2 മലകൾ ഇറങ്ങിയിട്ടാണ് വന്നത്. അവിടെയൊക്കെ നല്ല കോട. അവിടുത്തെ മലയൊന്നും കാണാൻ നടക്കൂല. ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെയൊന്നും നല്ല ചുട്ട വെയിൽ മുഖത്ത് പൊള്ളണം. നമ്മള് തമിഴ്നാട് എത്തി. തമിഴ്നാട് താഴെ ഇറങ്ങി. തേനി മധുര ബൈപ്പാസാണിത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നത്. മുഴക്കുണ്ടാക്കാൻ വന്നില്ല. നമ്മുടെ വണ്ടികളൊക്കെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് വരാം. സാമ്പാറും ചട്നിയും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലേ. നമ്മളിത് ഈ റൂട്ട് വരുന്നത് മധുര തേനി റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഓരത്ത് കണ്ടപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയാടാ? 10:15. സമയം എത്ര? 11:15 എപ്പോഴാണ് നമ്മളെന്താ കഴിച്ച്? റോസ്റ്റ് ചെയ്യുന്നു. ഇതാണ് മോർണിംഗത്തെ ഫുഡ്. ഇനിയിപ്പോൾ നേരെ മധുരയിൽ പോയിട്ട് നിർത്തണ്ടി മെയിന്. ഏകദേശം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇനിയൊരു 90 കിലോമീറ്ററും കൂടി ഉള്ളൂ രാമനാഥപുരത്തേക്ക് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡോർക്കിൽ വന്നവൻ്റെ എണ്ണ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിലൊക്കെ എണ്ണയുണ്ട് അല്ലേ? സ്പ്ലെൻഡർ പറഞ്ഞാൽ അങ്ങനെയാണ്. രാമനാഥപുരം കഴിഞ്ഞിട്ടാണ് രാമേശ്വരം കഴിഞ്ഞിട്ടാണ് ധനുഷ്കോടി. അപ്പോൾ നമ്മൾ രാമനാഥപുരത്തോ അല്ലെങ്കിൽ ധനുഷ്കോടിയിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇതാ അടിച്ചു പോകാൻ പോയി. രാമേശ്വരം എത്തിയിട്ടുണ്ട്. രാമേശ്വരം എത്തി. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം വെളിച്ചത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ. പിന്നെ ഇപ്പോൾ എത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെയാണ് സ്റ്റേ അടിക്കാൻ പോണത്. പിള്ളേരൊക്കെ അതോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി പഞ്ചറായി ഗൈസ്. ഇത്ര നേരം ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൗത്തിൻ്റെ എവിടെയാണ് ലീക്ക് വന്നിരിക്കുന്നത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട ചെറിയ രീതിയിലുള്ള സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ അത് മാറ്റി വിടുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ ഇവൻ്റെ ഇതും ലിവർ നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ക്ലച്ച് ലിവർ ഇതും പുതിയതാണ്. അപ്പോൾ അത് ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ധനുഷ്കോടിക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് രാമേശ്വരത്താണ്. ഓക്കെ ഗൈസ്, നീ പറയണ്ടോ?